ഓക്കെ, നമുക്ക് ടൈപ്സ് ഓഫ് സെന്റൻസസ് ആണ് നമുക്ക് ആരംഭിക്കാം. ഓക്കെ, നമുക്ക് ടൈപ്സ് ഓഫ് സെന്റൻസസ് 4 തരാണുള്ളത്. 1 ഡിക്ലറേറ്റീവ് സെന്റൻസസ്, 2 ഇമ്പറേറ്റീവ് സെന്റൻസസ്, 3 ഇൻട്രോഗേറ്റീവ് സെന്റൻസ്, 4 എക്സ്ക്ലമേറ്ററി സെന്റൻസ്. ഇങ്ങനെ 4 തരം സെന്റൻസുകളാണ് നമ്മൾ ഇംഗ്ലീഷിൽ പൊതുവെ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇനി വേറെ ടൈപ്പ് ഓഫ് സെന്റൻസസ് ഉണ്ട്. സിമ്പിൾ സെന്റൻസ്, കോമ്പൗണ്ട് സെന്റൻസ്, കോംപ്ലക്സ് സെന്റൻസ്, അങ്ങനെയും 3 കൂടി ഉണ്ട്. ഇതിപ്പോ 4 നമ്മൾ കോമൺ ആയിട്ട് പറയുന്നതാണ് ഞാൻ ആദ്യം ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത് ഓരോന്നും എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ നമ്മൾ പറയുന്നത് ഡിക്ലറേറ്റീവ് സെന്റൻസ് ആണ്. ഡിക്ലറേറ്റീവ് സെന്റൻസ് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഡിക്ലറേഷനെ സൂചിപ്പിക്കുന്ന വാക്യങ്ങളാണ് അസർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെന്റൻസസ്. ഡിക്ലറേറ്റീവ് സെന്റൻസിന് പറയുന്ന മറ്റൊരു പേര് എന്താണ്? അസർട്ടീവ് സെന്റൻസ് കേട്ടോ. തിക്നെസ് കൂടി. ഓക്കെ ഓക്കെ, നമ്മളിവിടെ പറയുന്നത് എന്താണ്? ഡിക്ലറേറ്റീവ് സെന്റൻസ് പറയുന്നത് മറ്റൊരു പേരാണ് അസർട്ടീവ് സെന്റൻസ് കേട്ടോ. അസർട്ടീവ് സെന്റൻസ്, ഡിക്ലറേറ്റീവ് സെന്റൻസ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ്, അതാണ് നമ്മുടെ ഡിക്ലറേറ്റീവ് സെന്റൻസ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞാൻ പറയണേ മൈ നെയിം ഈസ് ജെറി എന്ന് ഞാൻ പറഞ്ഞാൽ അതൊരു ഡിക്ലറേറ്റീവ് സെന്റൻസ് ആണ് അല്ലേ? മൈ നെയിം ഈസ് ജെറി എന്ന് ഞാൻ പറഞ്ഞാൽ അതൊരു ഡിക്ലറേറ്റീവ് സെന്റൻസ് ആണ്. നിങ്ങൾ പറയണേ ഐ സ്റ്റഡി ഇംഗ്ലീഷ് അല്ലേ? ഐ സ്റ്റഡി ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഐ സ്റ്റഡി ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ അതൊരു ഡിക്ലറേറ്റീവ് സെന്റൻസ് ആണ് അല്ലേ? ഇനി മറ്റൊരു സെന്റൻസ് നിങ്ങൾ പറയാണ് ഐ ഗോ ടു സ്കൂൾ അല്ലേ? അല്ലെങ്കിൽ ഐ ഗോ ടു സ്കൂൾ. അപ്പൊ അതെന്താണ്? അതൊരു ഡിക്ലറേറ്റീവ് സെന്റൻസ് ആണ് അല്ലേ? അതൊരു ഡിക്ലറേറ്റീവ് സെന്റൻസ് ആണ്. ഓക്കെ, പിന്നെ അതുപോലെ മറ്റൊരു സെന്റൻസ് നമുക്ക് പറയാം ഐ സ്റ്റഡി മാത്തമാറ്റിക്സ് അല്ലെ? ഇപ്പൊ ഇതൊരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഡിക്ലറേഷൻ ആണ്. അല്ലെങ്കിൽ നമ്മൾ പറയണേ ഇന്ത്യ ഈസ് മൈ കൺട്രി. ഇന്ത്യ ഈസ് മൈ കൺട്രി. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ? അല്ലെങ്കിൽ അതിനൊരു ഡിക്ലറേഷൻ ആണ്, അല്ലെങ്കിൽ ഇതൊരു അസർട്ടീവ് സെന്റൻസ് ആണ്. ഇതാണ് ഡിക്ലറേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് നോക്കിയാൽ ഹി പ്ലേസ് പിയാനോ ഈസ് എൻ എക്സാമ്പിൾ ഓഫ്. ആൻസർ എന്താ പറയാ? ഇമ്പറേറ്റീവ് സെന്റൻസ്, ഇൻട്രോഗേറ്റീവ് സെന്റൻസ്, ഡിക്ലറേറ്റീവ് സെന്റൻസ്, എക്സ്പ്ലനേറ്ററി സെന്റൻസ്. ഇതൊരു ഡിക്ലറേറ്റീവ് സെന്റൻസ് ആണ്. ഹി പ്ലേസ് പിയാനോ എന്ന് പറയുന്നത് ഒരു ഡിക്ലറേറ്റീവ് സെന്റൻസ് ആണ്. അവൻ പിയാനോ വായിക്കുന്നു അല്ലെ? ഐ പ്ലേ ക്രിക്കറ്റ് ഒരു ഡിക്ലറേറ്റീവ് സെന്റൻസ് ആണ് അല്ലെ? അല്ലെങ്കിൽ ഐ ഡ്രിങ്ക് ടീ ഒരു ഡിക്ലറേറ്റീവ് സെന്റൻസ് ആണ്. മൈ ടീച്ചർ ഈസ് വെരി ടാലന്റഡ് അല്ലെ? മൈ സൺ ഈസ് എന്താ പറയാ? മൈ ഡോട്ടർ ഈസ് ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറയുന്നത്. ദ സ്റ്റുഡന്റ് ഈസ് ബ്രില്യൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരു ഡിക്ലറേറ്റീവ് സെന്റൻസ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഓക്കെ, ഇതാണ് ഡിക്ലറേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ഇറ്റ് ഈസ് എ ലവ്ലി സീൻ. ഇതെന്താണ്? ഈസ് എൻ എക്സാമ്പിൾ ഫോർ. ഇറ്റ് ഈസ് എ ലവ്ലി സീൻ എന്ന് പറയുന്നത് എക്സാമ്പിൾ ഓഫ് എന്താണ്? എക്സ്ക്ലമേറ്ററി, അസർട്ടീവ്, ഇമ്പറേറ്റീവ്, ഇൻട്രോഗേറ്റീവ്. ഇതൊരു അസർട്ടീവ് സെന്റൻസ് ആണ്. ഇറ്റ്സ് എ ലവ്ലി സീൻ അല്ലെ? ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പെയിന്റിങ് അല്ലെ? അതൊരു ഡിക്ലറേറ്റീവ് സെന്റൻസ് ആണ്. നരേന്ദ്രമോദി ഇസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഒരു ഡിക്ലറേറ്റീവ് സെന്റൻസ് ആണ്. ഓക്കെ, അടുത്തേക്ക് പോവാം. അടുത്താണ് ഇമ്പറേറ്റീവ് സെന്റൻസ്. ഇമ്പറേറ്റീവ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ റിക്വസ്റ്റ്, കമാൻഡ്, പീസ് ഓഫ് അഡ്വൈസ് എന്നിവ പ്രകടിപ്പിക്കുന്ന വാക്യങ്ങളാണ് ഇമ്പറേറ്റീവ് സെന്റൻസ്. ഇമ്പറേറ്റീവ് സെന്റൻസ് ആരംഭിക്കുന്നത് തന്നെ ഒരു വെർബിലായിരിക്കും എന്ന് പറയുന്നു. ഒന്നുകിൽ നമ്മൾ ആജ്ഞാപിക്കുന്നു, അല്ലെങ്കിൽ അപേക്ഷിക്കുന്നു, ഒരു അനുവാദം ചോദിക്കുന്നു, ഒരു ആശംസ പറയുന്നു, അല്ലെങ്കിൽ ആശംസയല്ല, നമ്മളൊരു അല്ലെങ്കിൽ ഒരു ഉപദേശം കൊടുക്കുന്നു. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഒരു ഇമ്പറേറ്റീവ് സെന്റൻസ് ആണ്. ഓക്കെ, നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ അല്ലെ? ഒരു കമാൻഡ് ചെയ്യാന്നുണ്ടെങ്കിൽ സൈലൻസ് പ്ലീസ് അല്ലെ? അപ്പൊ അത് ഒരു എന്താണ്? ഒരു റിക്വസ്റ്റ് ആണ് അല്ലെ? സൈലൻസ് പ്ലീസ് വെച്ച് പറഞ്ഞതാണ്. അപ്പൊ അതൊരു സൈലൻസ് അല്ലെ? സൈലൻസ് പ്ലീസ് എന്ന് പറയുന്നത് ഒരു ഇമ്പറേറ്റീവ് സെന്റൻസ് ആണ്. അല്ലെങ്കിൽ നമ്മൾ പറയണേ ഷട്ടപ്പ് അല്ലെ? ഷട്ടപ്പ് യുവർ മൗത്ത് അല്ലെ? ഷട്ടപ്പ് യുവർ മൗത്ത്
അതൊരു ആജ്ഞയാണ്, ഒരു കമാൻഡാണ്. അപ്പൊ അതൊരു ഇമ്പറേറ്റീവ് സെന്റൻസ് ആണ്. കുഡ് യു പ്ലീസ് ലെൻഡ് മീ 100 rupees? അപ്പൊ അതൊരു റിക്വസ്റ്റ് ആണ് അല്ലെ, റിക്വസ്റ്റ് ആണ്. ഓക്കെ. ഡോണ്ട് സ്മോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ്, അതൊരു അഡ്വൈസ് ആണ്. ഡോണ്ട് സ്മോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അഡ്വൈസ് ആണ്. ഓക്കെ. അപ്പൊ ഇതൊക്കെ ഒരു ഇമ്പറേറ്റീവ് സെന്റൻസിന് ഉദാഹരണങ്ങളാണ്. നമ്മൾ ആജ്ഞാപിക്കുന്നത്, അപേക്ഷിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു അനുവാദം ചോദിക്കുന്നത് അല്ലെ. മേ ഐ ഗോ ടു ടോയ്ലറ്റ് എന്ന് ചോദിക്കുമ്പോൾ ഒരു അനുവാദം ചോദിക്കുകയാണ് അല്ലെ. അല്ലെങ്കിൽ ക്യാൻ ഐ ഗെറ്റ് ലീവ് എന്നൊക്കെ ചോദിക്കുമ്പേ അതൊക്കെ എന്താണ്, ഒരു അനുവാദം ചോദിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തിൽ വരും, ഇമ്പറേറ്റീവ് സെന്റൻസിൽ വരും. ഓക്കെ. നമ്മൾ ഈ പറഞ്ഞ മാതിരി നമ്മളൊരു അനുവാദമൊക്കെ ചോദിക്കുന്നത് നമ്മളെപ്പോഴും ക്യാൻ അല്ലെ, ക്യാനോ അല്ലെങ്കിൽ വില്ലോ ഷുഡോ ഒക്കെ നമുക്ക് ഉപയോഗിക്കും. അപ്പൊ അതൊക്കെ ഒരു വെർബാണ്. അതൊക്കെ ഒരു എന്താണ്, ഓക്സിലറി വെർബുകളാണ്. നമ്മൾ വെർബിൽ ആരംഭിക്കുന്ന പറയുമ്പോൾ ഇതിലൊക്കെ ആരംഭിക്കുന്നതെല്ലാം തന്നെ ഒരു ഇമ്പറേറ്റീവ് സെന്റൻസ് ആണ്. ഓക്കെ. ഇവിടെ നോക്കാം, ഇതല്ല നേരത്തെ കയറി വന്നതാണ്. ഓക്കെ. ഷട്ട് ദ ഡോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ, ഷട്ട് ദ ഡോർ എന്ന് പറയുന്നത് എന്തിനുള്ള എക്സാമ്പിൾ ആണ്? എക്സ്ക്ലമേറ്ററി, അസർട്ടീവ്, ഇംപറേറ്റീവ്, ഇൻട്രോഗേറ്റീവ്. നമുക്കറിയാം ഇത് തീർച്ചയായിട്ടും ഒരു ഇമ്പറേറ്റീവ് സെന്റൻസ് ആണ് അല്ലെ. ഷട്ട് ദ ഡോർ എന്ന് പറയുന്നത് ഒരു ഇമ്പറേറ്റീവ് സെന്റൻസ് ആണ്. ഓക്കെ. ഇതൊരു ഇമ്പറേറ്റീവ് സെന്റൻസ് ആണ്. യെസ്. അടുത്തത് നമുക്ക് പറയാൻ പറ്റുന്നത് ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ആണ്. ഇൻട്രോഗേറ്റീവ് സെന്റൻസ് കണ്ടോ, അതായത് WH വേർഡ്സ് അല്ലെങ്കിൽ ഓക്സിലറി വെർബിൽ ആരംഭിക്കുന്ന ചോദ്യ രൂപത്തിലുള്ള സെന്റൻസുകളാണ് ഇൻട്രോഗേറ്റീവ് സെന്റൻസ്. നമ്മൾ പറയും ഇൻട്രോഗേഷൻ അല്ലെ. പോലീസ് ഇൻട്രോഗേറ്റഡ് ദ തീഫ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസ് അവരെ ചോദ്യം ചെയ്തു. അപ്പൊ ഇൻട്രോഗേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോദ്യം ചെയ്യലാണ്. ഇൻട്രോഗേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ചോദ്യങ്ങളായിട്ടുള്ള സെന്റൻസുകളെയാണ് നമ്മൾ ഇൻട്രോഗേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. പറയുന്നത് വാട്ട് ഈസ് യുവർ നെയിം അല്ലെ. വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിച്ചാൽ WH തുടങ്ങുന്ന ഒരു സാധനമാണ് അല്ലെ. അതൊരു ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ആണ്. വാട്ട് ഈസ് യുവർ നെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ. ഇനി പറയാണ് വേർ ആർ യു ഗോയിങ്. WH ആരംഭിക്കുന്നതാണ് വേർ ആർ യു ഗോയിങ്. അതൊരു ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ആണ് അല്ലെ. വേർ ആർ യു. ഇനി ഹൗ ആർ യു WH സെന്റൻസ് തന്നെയാണ്. ഹൗ ആർ യു അല്ലെ. ഹൗ ആർ യു. പിന്നെ എന്ത് പറയാം, ഹു ആർ യു. വെൻ ആർ യു കമ്മിങ് അല്ലെ. അപ്പൊ വെൻ വെച്ച് തുടങ്ങുന്നതും ഒരു ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ആണ്. ഓക്കെ. ഇനി നമ്മൾ ഓക്സിലറി വെർബിൽ ആരംഭിക്കുന്നതും ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ആണെന്ന് പറഞ്ഞു. ക്യാൻ യു ഗോ അല്ലെ. വിൽ യു മാരി മീ അല്ലെ. വിൽ യു മാരി മീ. നമ്മൾ ഈ ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് ഈ വിൽ യു മാരി മീ നമ്മൾ കൃത്യമായിട്ട് എഴുതട്ടെ. ഓക്കെ. നമ്മൾ ഓക്സിലറി വെർബ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? നമ്മുടെ ഈ പറഞ്ഞ പോലെ ക്യാൻ, വുഡ്, മേ, മൈറ്റ് അല്ലേ. അതുപോലെ ഷാൽ, ഷുഡ്, വിൽ, വുഡ് ഇങ്ങനെയൊക്കെയുള്ളത് ഇതൊക്കെ നമുക്ക് ഓക്സിലറി വെർബുകളാണ്. അത് സഹായക ക്രിയകളാണ് കേട്ടോ. നമ്മൾ അതിലേക്ക് വരുമ്പോൾ നമുക്ക് പഠിക്കാം. അപ്പൊ ഇതൊക്കെ ഇൻട്രോഗേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു WH ക്വസ്റ്റ്യനിൽ ആരംഭിക്കുന്ന അല്ലെങ്കിൽ WH ക്വസ്റ്റ്യനിൽ ആരംഭിക്കുന്ന എല്ലാം ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ആണ്. ഓക്കെ. ക്വസ്റ്റ്യൻ നോക്കാം. വേർ ആർ യു ഗോയിങ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എന്താണ്, ഇൻട്രോഗേറ്റീവ് സെന്റൻസ് അല്ലെ. ഇൻട്രോഗേറ്റീവ് സെന്റൻസിന് എക്സാമ്പിൾ ആണിത്. ഓക്കെ. ഇത് എക്സ്ട്രാ കയറി വന്നാണ്. ഓക്കെ. എന്താ പറയാം, എക്സ്ക്ലമേറ്ററി സെന്റൻസ് കണ്ടോ. അടുത്തതാണ് എക്സ്ക്ലമേറ്ററി സെന്റൻസ്. നമ്മൾ ഡിക്ലറേറ്റീവ് അല്ലെങ്കിൽ അസർട്ടീവ് പറഞ്ഞു, അതുപോലെ ഇമ്പറേറ്റീവ് സെന്റൻസ് പറഞ്ഞു, ഇൻട്രോഗേറ്റീവ് പറഞ്ഞു. നാലാമത് നമ്മൾ പറയുന്നത് എന്താണ്, എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ് അല്ലെ. ഒരു വ്യക്തിയിൽ പെട്ടെന്നുണ്ടാകുന്ന ഭാവപ്രകടനങ്ങളെ എക്സ്പ്രസ് ചെയ്യുന്നവയാണ് എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്ന് പറയുന്നത്. ഒരു വ്യക്തിയിലെ പെട്ടെന്നുണ്ടാകുന്ന ഭാവപ്രകടനങ്ങളെ എക്സ്പ്രസ് ചെയ്യുന്നവയാണ് നമ്മൾ എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ അത് എന്തൊക്കെയാണ്? നമ്മൾ ഈ അത്ഭുതം കാണിക്കുന്ന സെന്റൻസുകളൊക്കെയാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക, എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്ന് പറയാൻ പറ്റുക. നമ്മൾ പറയാണ്, എക്സാമ്പിൾ പറയാണ്,
അലാസ് ഹി ഡൈ. കഷ്ടം, അയാൾ മരിച്ചുപോയി അല്ലേ. അലാസ് ഹി ഡൈ. ഈ സെന്റൻസുകൾ നമുക്ക് മനസ്സിലാക്കാൻ അതിന്റെ കൂടെ എന്തുണ്ടാവും? അതിന്റെ കൂടെ എക്സ്ക്ലമേറ്ററി മാർക്ക് ഉണ്ടായിരിക്കും അല്ലേ. ഹുറേ, ഹുറേ, ഹുറേ. എന്താണ്? വി വൺ ദ മാച്ച് അല്ലേ. വി വൺ ദ മാച്ച്. ഓക്കെ, ഇതൊരു എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. ഓക്കെ, അതിന്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. എക്സാമ്പിൾ വാട്ട് എ ബ്യൂട്ടിഫുൾ സീൻ ഈസ് എ, എന്താണ്? ഇതൊരു എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. വാട്ട് എ ബ്യൂട്ടിഫുൾ സീൻ എന്ന് പറയുന്നത് ഒരു എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. ഓക്കെ, ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. പുതിയൊന്ന് ഒന്ന് തുറക്കട്ടെ. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് കുറച്ച് എക്സാമ്പിൾ പറയാം. ഈ ഏതൊക്കെ സെന്റൻസ് ആണെന്ന് പറയണം കേട്ടോ. ഏതൊക്കെ സെന്റൻസ് ആണെന്ന് പറയണം. കുറച്ച് സെന്റൻസ് ഇവിടെ പറയാം. കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ദ മൂൺ ഷൈൻസ് അറ്റ് നൈറ്റ്. ദ മൂൺ ഷൈൻസ് അറ്റ് നൈറ്റ്. ദ മൂൺ ഷൈൻസ് അറ്റ് നൈറ്റ്. ഇത് ഏത് തരം സെന്റൻസ് ആണെന്ന് പറയാമോ? കമന്റ് ചെയ്യാം. മൂൺ ഷൈൻസ് അറ്റ് നൈറ്റ്. ദ മൂൺ ഷൈൻസ് അറ്റ് നൈറ്റ്. ഇത് ഏത് തരം സെന്റൻസ് ആണെന്ന് കമന്റ് ചെയ്യാമോ? അടുത്ത് ഹൗ ഫാസ്റ്റ് ഹി സ്പീക്സ്. ഹൗ ഫാസ്റ്റ് ഹി സ്പീക്സ്. ഓക്കെ, ദ മൂൺ ഷൈൻസ് അറ്റ് നൈറ്റ് പറയും. ഏത് ടൈപ്പ് ഓഫ് സെന്റൻസ് ആണ്? ദ മൂൺ ഷൈൻസ് അറ്റ് നൈറ്റ്. ഇൻട്രോഗേറ്റീവ് ആണോ, ഇംപറേറ്റീവ് ആണോ, സ്റ്റേറ്റ്മെന്റ് ആണോ, എന്താണ്? പറയണേ കമന്റ് ചെയ്യാം. ഓക്കെ, ദ മൂൺ ഷൈൻസ് ഫാസ്റ്റ് ഏതാണ്? ഇംപറേറ്റീവ്. ദ മൂൺ ഷൈൻസ് ഫാസ്റ്റ് അത് എന്ത് തരം സെന്റൻസ് ആണ്? ദ മൂൺ അല്ല, ദ മൂൺ ഷൈൻസ് അറ്റ് നൈറ്റ് എന്ന് പറയുന്നത് എന്ത് തരം സെന്റൻസ് ആണ്? ഇതൊരു സ്റ്റേറ്റ്മെന്റ് അല്ലേ. ഇംപറേറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ റിക്വസ്റ്റ് അല്ലെങ്കിൽ കമാൻഡ് ഒക്കെ ആയിരിക്കണം. ഇത് എന്ത് തരം സെന്റൻസ് ആണ്? ഇതൊരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് സെന്റൻസ് ആണ്. സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഇതൊരു എന്താണ്? ഒരു ഡിക്ലറേറ്റീവ് ടൈപ്പ് സെന്റൻസ് ആണ്. അല്ലെങ്കിൽ ഇതൊരു അസർട്ടീവ് സെന്റൻസ് ആണ്. മനസ്സിലായോ? ഇതൊരു അസർട്ടീവ് സെന്റൻസ് ആണ്. ഓക്കെ, ഇത് നോക്കുക. ഹൗ ഫാസ്റ്റ് ഹി സ്പീക്സ്. ഇത് എന്ത് തരം സെന്റൻസ് ആണ്? ഇതൊരു എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ് അല്ലേ. ഇതൊരു എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. ഓക്കെ, ഇതൊരു എക്സ്ക്ലമേറ്ററി സെന്റൻസ് അല്ലേ. ഓക്കെ, ഓൾറെഡി അതിനകത്ത് എന്തുണ്ട്? ആ ഒരു സൈൻ ഉണ്ട്. അതുകൊണ്ട് നമുക്കറിയാം അതൊരു എക്സ്ക്ലമേറ്ററി ആണ്. എക്സ്ക്ലമേറ്ററി മാർക്ക് അതിനകത്ത് ഉണ്ട്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ലുക്ക് ബിഫോർ യു ലീപ്പ്. എന്താണ്? നമ്മൾ ചാടുന്നതിന് മുൻപേ നോക്കി കണ്ടൊക്കെ പോണേ എന്ന് പറയുന്ന മാതിരി സെന്റൻസ് ആണിത്. അതെന്ത് തരം സെന്റൻസ് ആണിത്? എന്തായിരിക്കും? ലുക്ക് ബിഫോർ യു ലീവ്. ഒരു കാര്യം ചെയ്യണമെന്ന് നോക്കാൻ പറയണത് അല്ലേ. ആ ഒരു മീനിങ്ങിലാണ് വരുന്നത്. അപ്പൊ അത് എന്ത് ടൈപ്പ് ഓഫ് സെന്റൻസ് ആയിരിക്കും? യെസ്, ഇംപറേറ്റീവ് ആണ്. കാരണം അതൊരു ഉപദേശമാണ് അല്ലെ. ഉപദേശമാണ്. ഓക്കെ, അടുത്തതാണ് ഡോണ്ട് പ്ലേ അറ്റ് നൈറ്റ്. ഡോണ്ട് പ്ലേ അറ്റ് നൈറ്റ്. ഇത് എന്ത് ടൈപ്പ് ഓഫ് സെന്റൻസ് ആണെന്ന് പറയാമോ? അപ്പൊ ഇത് നമുക്ക് ഇംപറേറ്റീവ് ആണ്. ഓക്കെ, ഇംപറേറ്റീവ്. ഡോണ്ട് പ്ലേ അറ്റ് നൈറ്റ് ഏത് ടൈപ്പ് ഓഫ് സെന്റൻസ് ആണെന്ന് പറയാം? ഓക്കെ, ഇത് നമുക്ക് എന്താണ്? ഇത് നമുക്ക് ഇംപറേറ്റീവ് സെന്റൻസ് ആണ്. ഓക്കെ, അടുത്താണ് ഹെൽപ്പ് മീ ടു ഡു ദിസ് വർക്ക്. ഹെൽപ്പ് മീ ടു ഡു ദിസ് വർക്ക്. ഇത് എന്ത് കാറ്റഗറിയിൽ പെടും? ഹെൽപ്പ് മീ ടു ഡു ദിസ് വർക്ക്. ഓക്കെ, ഇത് ഏതിൽ പെടും? യെസ്, ഇംപറേറ്റീവ്. എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾ എഴുതി വെക്കാം കേട്ടോ. നിങ്ങളുടെ ബുക്കിൽ നിങ്ങൾ എക്സാമ്പിൾസ് ഒക്കെ എഴുതി വെക്കുക. ഇതൊരു ഇംപറേറ്റീവ് സെന്റൻസ് ആണ്. ഓക്കെ, വേറൊരു എക്സാമ്പിൾ തരാം.
It is a very wonderful opportunity. It is a very wonderful opportunity. It is a very wonderful opportunity. നമ്മുടെ ഒരു ബേസിക് സിമ്പിൾ ചോദ്യമാണിത്. ഇതെന്തായിരിക്കും? ഇറ്റ് ഈസ് എ വെരി വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. വെരി വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. ഇത് എന്ത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്? ഇതിന് എക്സ്ക്ലമേറ്ററി എന്ന് പറയുകയാണെങ്കിൽ ഇതിന് എക്സ്ക്ലമേറ്ററി മാർക്ക് ഇല്ല. നമുക്കിത് എന്ത് ടൈപ്പ് സെന്റൻസ് ആയിട്ട് വരാൻ പറ്റത്തുള്ളൂ? എന്ത് ടൈപ്പ് സെന്റൻസ് ആണ്? ഇത് അസർട്ടീവ് ആണ്. അസർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് അല്ലെങ്കിൽ അസർട്ടീവ് ഡിക്ലറേറ്റീവ് അല്ലെങ്കിൽ ഇത് എന്ത് ടൈപ്പ് ഓഫ് സെന്റൻസ് ആണ്? ഓക്കെ, അല്ലെങ്കിൽ ഇതൊരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്തൊരു സെന്റൻസ് പറയാം. ഷീ ഈസ് വെരി ഹാപ്പി ഹിയർ. ഷീ ഈസ് വെരി ഹാപ്പി ഹിയർ. ഷീ ഈസ് വെരി ഹാപ്പി ഹിയർ. ഇതെന്ത് ടൈപ്പ് ഓഫ് സെന്റൻസ് ആണ്? ഷീ ഈസ് വെരി ഹാപ്പി ഹിയർ. ഇതെന്ത് ടൈപ്പ് ഓഫ് സെന്റൻസ് ആണ്? ഷീ ഈസ് വെരി ഹാപ്പി ഹിയർ എന്ത് ടൈപ്പ് ആയിരിക്കും? ഓക്കെ, സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ അസർട്ടീവ് ആണ് അല്ലേ? ഇതെന്ത് ടൈപ്പാണ്? ഇത് അസർട്ടീവ് ആണ്. ഇത് അസർട്ടീവ് ആണ്. ഓക്കെ, ഒരെണ്ണം കൂടി പറയാം. ഗെറ്റ് ഔട്ട് ഓഫ് ഹിയർ അല്ലെ? ഗെറ്റ് ഔട്ട് ഓഫ് ദ ഹൗസ് എന്ന് പറയുന്ന മാതിരി ഗെറ്റ് ഔട്ട് ഓഫ് ഹിയർ. ഗെറ്റ് ഔട്ട് ഓഫ് ഹിയർ. ഗെറ്റ് ഔട്ട് ഓഫ് ഹിയർ. ഇത് എന്ത് ടൈപ്പ് ഓഫ് സെന്റൻസ് ആണ്? ഗെറ്റ് ഔട്ട് ഓഫ് ഹിയർ. ഗെറ്റ് ഔട്ട് ഓഫ് ഹിയർ എന്ത് ടൈപ്പാണ്? ഗെറ്റ് ഔട്ട് ഓഫ് ഹിയർ. ഗെറ്റ് ഔട്ട് ഓഫ് ഹിയർ എന്തായിരിക്കും? ഗെറ്റ് ഔട്ട് ഓഫ് ഹിയർ ഇമ്പറേറ്റീവ് ആണ് അല്ലെ? ഒരു കമാൻഡ് ആണ് വരണേ. ഒരു കമാൻഡ് ആണ് വരണേ. അപ്പൊ അതെന്താണ്? ഇത് ഇമ്പറേറ്റീവ് സെന്റൻസ് ആണ്. കാരണം ഇതൊരു കമാൻഡ് ആണ്. അപ്പൊ നമുക്ക് ഈ 4 ടൈപ്പ് ഓഫ് സെന്റൻസ് ഇപ്പൊ നമുക്ക് മനസ്സിലായി. ഇനി ഒരു എക്സാമ്പിൾ തന്നിട്ട് ഇത് ഏത് ടൈപ്പ് സെന്റൻസ് ആണ് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അത് കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത് അല്ലെ? എല്ലാവർക്കും അത് കിട്ടുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ സിമ്പിൾ സെന്റൻസിന്റെ കാര്യത്തിലേക്കാണ് പോകുന്നത്. അപ്പൊ സിമ്പിൾ സെന്റൻസ്. ഓക്കെ, സിമ്പിൾ സെന്റൻസ് എന്ന് പറഞ്ഞാൽ എന്താന്ന് നോക്കാം. 4 ടൈപ്പ് ഓഫ് നമ്മൾ മെയിൻ കോമൺ ആയിട്ട് സാധനം പറഞ്ഞു. ഇനി നമ്മൾ പറയുന്നതാണ് സിമ്പിൾ സെന്റൻസസ്. ഓക്കെ, അപ്പൊ എന്താണ് സിമ്പിൾ സെന്റൻസസ് എന്നുള്ളത് നോക്കാം. സിമ്പിൾ സെന്റൻസസിന്റെ പ്രത്യേകത നമ്മളിപ്പോ ഹാവിങ്, ബീയിങ് അതുപോലെയുള്ള ING വെർബിൽ ആരംഭിക്കുന്നതൊക്കെ സിമ്പിൾ സെന്റൻസ് ആയിരിക്കും. അതായത് എന്തൊക്കെയാണ്? ഹാവിങ്, ഹാവിങ്, ബീയിങ് എന്നുള്ള അങ്ങനെയുള്ള ING വെർബിൽ, മനസ്സിലായോ? അങ്ങനെയുള്ള തുടങ്ങിയ ING വെർബിൽ ആരംഭിക്കുന്നത്. നമ്മൾ ഈ ING വെർബിൽ ആരംഭിക്കുന്ന വെർബുകൾ പറയുന്നത് ജെറൻഡ് എന്നാണ് പറയാ. മനസ്സിലായോ? ജെറൻഡ് എന്നാണ് പറയാ. ഇപ്പൊ ഒരു സെന്റൻസ് ജെറൻഡാന്ന് പറയും. ഇപ്പൊ ഐ ആം കമ്മിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ജെറൻഡാണ്. കാരണം കമ്മിങ് ING ഉണ്ട് അതിനകത്ത്. മനസ്സിലായോ? ഐ ആം ഗോയിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ING വെർബ് ഉണ്ട്. അപ്പൊ അതൊരു ജെറൻഡ് ആണ്. ഓക്കെ, ജെറൻഡ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഓക്കെ, ഇപ്പൊ ഹാവിങ്, ബീയിങ് തുടങ്ങിയ ING വെർബിൽ മനസ്സിലായോ? ING വെർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് നമ്മൾ ജെറൻഡ് എന്ന് വിളിക്കും. മനസ്സിലായോ? ING വെർബിനെ ജെറൻഡ് എന്ന് വിളിക്കും. തുടങ്ങിയ ING വെർബിൽ ആരംഭിക്കുന്ന സെന്റൻസുകളാണ് സിമ്പിൾ സെന്റൻസ്. മനസ്സിലായോ? ആരംഭിക്കുന്ന സെന്റൻസ്, അതാണ് നമുക്ക് എന്ത് സിമ്പിൾ സെന്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് സിമ്പിൾ സെന്റൻസ്. അപ്പൊ നിങ്ങൾക്ക് വിചാരിക്കും ഓക്കെ, അപ്പൊ ഇതിൽ ആരംഭിക്കുന്നത് മാത്രമേ സിമ്പിൾ സെന്റൻസ് ഉള്ളൂ? അല്ല, നമുക്ക് വേറൊരു ടൈപ്പും കൂടി ഉണ്ട്. സിമ്പിൾ സെന്റൻസ് എന്ന് പറയുമ്പോൾ പൂർണ്ണമായ അർത്ഥമുള്ള ഒരു വാക്യഭാഗം മാത്രമുള്ള സെന്റൻസുകളും സിമ്പിൾ സെന്റൻസ് ആണ്. അതായത് ഒരു മെയിൻ ക്ലോസ്, മനസ്സിലായ? ഒരു മെയിൻ ക്ലോസ് മാത്രമുള്ള സെന്റൻസുകളും സിമ്പിൾ സെന്റൻസസ് ആണ്. മെയിൻ ക്ലോസ് മാത്രമുള്ള സെന്റൻസ്, അതും എന്താണ്? മാത്രമുള്ളതും എന്താണ്? സിമ്പിൾ സെന്റൻസുകളാണ്. മെയിൻ ക്ലോസ് മാത്രമുള്ള സെന്റൻസ് സിമ്പിൾ ആണ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഒരു എക്സാമ്പിൾ. ഓക്കെ, നമുക്ക് ബീയിങ് വെച്ചിട്ടൊരു എക്സാമ്പിൾ നോക്കാം. ബീയിങ് ഹിയർ ഓൾറെഡി. ബീയിങ് ഹിയർ ഓൾറെഡി. ബീയിങ് ഹിയർ ഓൾറെഡി. ഓക്കെ, ബീയിങ് ഹിയർ ഓൾറെഡി.
യു ക്യാൻ ഷുവർലി ഡു ദ വർക്ക്. യു ക്യാൻ ഷുവർലി ഡു ദ വർക്ക്. യു ക്യാൻ ഷുവർലി ഡു ദ വർക്ക്. ഈ ഒരു സെന്റൻസ് നോക്കാം. ഇത് ആരംഭിച്ചിരിക്കുന്നത് ബീയിങ്ങിലാണ് അല്ലേ? ഓക്കെ, ബീയിങ് ഹിയർ ഓൾറെഡി യു ക്യാൻ ഷുവർലി ഡു ദ വർക്ക് അല്ലേ? ബീങ് എ ടീച്ചർ ഐ ഹാവ് ടു ടീച്ച് ദ സ്റ്റുഡൻസ് അല്ലേ? അപ്പൊ ഇതൊരു സിമ്പിൾ സെന്റൻസ് ആണ്, ING വെച്ച് ആരംഭിക്കുന്നതാണ് അല്ലെ? ING വെച്ച് ആരംഭിക്കുന്ന സെന്റൻസ് ആണ്. അപ്പൊ ഇതൊരു സിമ്പിൾ സെന്റൻസ് ആണ്. ഓക്കെ, ഇനി നമ്മൾ സിമ്പിൾ സെന്റൻസ് ആണ്, എങ്ങനെയാണ് ഒരു സിമ്പിൾ സെന്റൻസ് ഐഡന്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കാം. അതായത് നമ്മൾ ഒന്നും നോക്കണ്ട, നമുക്ക് തരുന്ന ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന സെന്റൻസുകൾ ഇപ്പൊ ദാ ഇത്തരം സെന്റൻസ് ഇത്തരം വാക്കുകൾ വെച്ചാണോ ആരംഭിക്കുന്നത് നോക്കാം. അതായത് ചില പ്രത്യേക വാക്കുകൾ വെച്ച് ആരംഭിക്കുന്ന എല്ലാ സെന്റൻസുകളും ഏത് തരം സെന്റൻസ് ആണ്? അതെല്ലാം തന്നെ സിമ്പിൾ സെന്റൻസുകളാണ്. അതായത് ഡ്യൂ ടു, മനസ്സിലായോ? ഡ്യൂ ടു, ഡ്യൂ ടു, ഇൻ സ്പൈറ്റ് ഓഫ്, ഇൻ സ്പൈറ്റ് ഓഫ്, ഇൻ സ്പൈറ്റ് ഓഫ്, ഡെസ്പൈറ്റ്, 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 ടു, കണ്ട ടു, സോറി ടു ഏട്ടാ, ടു അതായത് ടു ഉണ്ടായിരിക്കും, ഈ TOO ഉണ്ടായിരിക്കും, TO2 ഉണ്ടായിരിക്കും. ഇത് രണ്ടും കൂടെയുള്ള സെന്റൻസ് ടു. അതുപോലെ ഇനഫ്, ഇനഫ്, ഓക്കെ, ഇനഫ്. അതുപോലെ ആസ് അല്ലെ? ആസും കൂടി വരുന്ന സെന്റൻസുകൾ. അതുപോലെ ആഫ്റ്റർ, ആഫ്റ്റർ, ആഫ്റ്റർ. ഇത്തരം വേർഡുകൾ ഉണ്ടെങ്കിലോ ഇതൊരു സിമ്പിൾ സെന്റൻസ് ആണ് അല്ലെ? ആഫ്റ്റർ തുടങ്ങിയ വാക്കുകൾ എന്താണ്? തുടങ്ങിയ വാക്കുകൾ സിമ്പിൾ സെന്റൻസിനെ സൂചിപ്പിക്കുന്നു. മനസ്സിലായോ? തുടങ്ങിയ വാക്കുകൾ സിമ്പിൾ സെന്റൻസിനെ സൂചിപ്പിക്കുന്നു. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് ഒരു സെന്റൻസ് തന്നു, അത് സിമ്പിൾ സെന്റൻസ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ആ സെന്റൻസിലേക്ക് നോക്കുക. ഒന്ന് അത് ഹാവിങ്ങോ ബീയിങ്ങോ ഒക്കെ വെച്ച് ING ഫോമിൽ തുടങ്ങുന്നതാണോ എന്ന് നോക്കാം. രണ്ടാമതായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മളിത് ഇപ്പീ പറഞ്ഞ കാര്യങ്ങൾ അല്ലെ? നമ്മളിപ്പീ പറഞ്ഞ കാര്യങ്ങൾ ഡ്യൂ ടു അല്ലെ? ഡ്യൂ ടു അല്ലെങ്കിൽ ഇൻസ്പൈറ്റ് ഓഫ്, ഡെസ്പൈറ്റ്, ടു, ഇനഫ്, ആസ്, ആഫ്റ്റർ തുടങ്ങിയ വാക്കുകൾ ഇതിലൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. അങ്ങനെയാണെങ്കിൽ ഇതൊരു സിമ്പിൾ സെന്റൻസ് ആണ്. ഇതെല്ലാം ഒരു സിമ്പിൾ സെന്റൻസിൽ തുടങ്ങുന്നതാണ് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, സിമ്പിൾ സെന്റൻസിൽ തുടങ്ങുന്ന വേറെ എക്സാമ്പിൾ ഞാൻ തരാം. നമ്മൾ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത്. മെയിൻ ക്ലോസ് മാത്രമുള്ള സെന്റൻസുകളും സിമ്പിൾ സെന്റൻസ് ആണെന്ന് പറഞ്ഞു അല്ലെ? ഒരു മെയിൻ ക്ലോസ്, അതായത് ഒരു സെന്റൻസിലെ മെയിൻ ക്ലോസ് മാത്രമായിട്ടുള്ള സെന്റൻസുകൾ നമുക്ക് ഒരു എന്താണ്? സിമ്പിൾ സെന്റൻസ് ആണ്. അതായത് നമുക്ക് കോംപ്ലക്സ് സെന്റൻസ് ഉണ്ട്, കോമ്പൗണ്ട് സെന്റൻസ് ഉണ്ട്, അങ്ങനെ സെന്റൻസുകൾ ഉണ്ട്. അപ്പൊ ഒരു സിമ്പിൾ ആയിട്ട് ഒരു കാര്യം മാത്രമായിട്ട് പറയുന്നത്, അതായത് അതാണ് ഇവർ പറഞ്ഞത് മെയിൻ ക്ലോസ് മാത്രമുള്ള സെന്റൻസ്. അപ്പൊ അങ്ങനെയുള്ള സെന്റൻസസും സിമ്പിൾ സെന്റൻസ് ആണ്. ഇപ്പൊ ഇവിടെ ഉണ്ട് ബാർക്കിംഗ്, ബാർക്കിംഗ് ഡോഗ്, ബാർക്കിംഗ് ഡോഗ്സ് സെൽഡം ബൈറ്റ് അല്ലെ? സെൽഡം ബൈറ്റ്, അതായത് കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല എന്നാണ് പറയണേ അല്ലെ? ഒരു മെയിൻ ക്ലോസ്, ആ ഒരു സാധനം മാത്രം അതിനകത്ത് പറയുന്നുള്ളൂ. ഇതൊരു സിമ്പിൾ സെന്റൻസാ അല്ലെ? ഓക്കെ, അപ്പൊ ഇതും ഒരു മെയിൻ ക്ലോസ് മാത്രമുള്ള സെന്റൻസുകളെല്ലാം ഒരു സിമ്പിൾ സെന്റൻസ് ആയിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. ഓക്കെ, ഇതൊരു സിമ്പിൾ സെന്റൻസ് ആണ്. യെസ്, മനസ്സിലായോ? എഴുതി കഴിഞ്ഞോ? ഇപ്പൊ വേറൊരു ക്വസ്റ്റ്യൻ പറയാം, ഷീ ഈസ് എ ടീച്ചർ. സോറി, ഇതൊരു എക്സാമ്പിൾ ആണ്. ഷീ ഈസ് എ ടീച്ചർ. ഇതെന്താണ്? ഇതൊരു സിമ്പിൾ സെന്റൻസ് ആണ്. മനസ്സിലായോ? ഇതൊരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് സെന്റൻസ് ആണ്, അപ്പം ഇതൊരു സിമ്പിൾ സെന്റൻസ് ആണ്. അപ്പൊ ഒരു സെന്റൻസ് കാണുമ്പോൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് അതൊരു സിമ്പിൾ സെന്റൻസ് ആണോ അല്ലയോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ബീയിങ് അല്ലെങ്കിൽ ഹാവിങ് വെച്ച് തുടങ്ങണം, അല്ലെങ്കിൽ ഡ്യൂ ടു, ഡെസ്പൈറ്റ് ഓഫ്, ഇൻസ്പൈറ്റ് ഓഫ്, ഡെസ്പൈറ്റ്, ടു അല്ലെ? അല്ലെങ്കിൽ ഇനഫ്, ആസസ്, ആഫ്റ്റർ തുടങ്ങിയ വാക്കുകളൊക്കെ സിമ്പിൾ സെന്റൻസിനെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു മെയിൻ ക്ലോസ് മാത്രം അതിനകത്ത് പറയാം. അങ്ങനെയുള്ള വാക്കുകളും സിമ്പിൾ സെന്റൻസ് ആണ്. ഓക്കെ, സിമ്പിൾ സെന്റൻസ് മനസ്സിലായോ? ഓക്കെ, യെസ്. ഇനി നമുക്ക് വരുന്നത് സിമ്പിൾ സെന്റൻസ് കഴിഞ്ഞ് നമുക്ക് വരുന്നത്
കോമ്പൗണ്ട് സെന്റൻസ് ആണ്. അടുത്ത ടൈപ്പ് ഓഫ് സെന്റൻസ് ആണ് കോമ്പൗണ്ട് സെന്റൻസ്. ഓക്കെ, കോമ്പൗണ്ട് സെന്റൻസ്. കോമ്പൗണ്ട് സെന്റൻസ്. ഇപ്പൊ കോമ്പൗണ്ട് സെന്റൻസ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടോ രണ്ടിൽ കൂടുതലോ മെയിൻ ക്ലോസുകൾ അടങ്ങിയിട്ടുണ്ടാവും. അതായത് രണ്ടോ അതിലധികമോ, നമ്മൾ പറഞ്ഞ ഷീസ് എ ടീച്ചർ എന്ന് പറയുന്നത് ഒരു മെയിൻ ക്ലോസ് മാത്രമേ ഉള്ളൂ. മനസ്സിലായ? അപ്പോൾ അത് നമുക്കൊരു ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അപ്പൊ സിമ്പിൾ സെന്റൻസാ. പക്ഷെ കോമ്പൗണ്ടിലേക്ക് വരുമ്പോ രണ്ടോ അതിലധികമോ ഉള്ള എന്ത് വരും? അതിലധികമോ ഉള്ള മെയിൻ ക്ലോസുകൾ അടങ്ങിയ വാക്കുകളാണ്. രണ്ടോ അതിലധികമോ മെയിൻ ക്ലോസ് അടങ്ങിയിട്ടുള്ള സെന്റൻസുകളാണ്. മെയിൻ ക്ലോസുകൾ അടങ്ങിയിട്ടുള്ള സെന്റൻസ്. ഓക്കെ, അതാണ് കോമ്പൗണ്ട് സെന്റൻസ്. ഓക്കെ, അങ്ങനെയുള്ള സെന്റൻസുകളാണ്. അപ്പൊ ഒരു കോമ്പൗണ്ട് സെന്റൻസ് എന്ന് എന്താണ്? മെയിൻ ക്ലോസ് പ്ലസ് മെയിൻ ക്ലോസ്. രണ്ട് മെയിൻ ക്ലോസ് ഉണ്ടായിരിക്കും. മെയിൻ ക്ലോസ് പ്ലസ് മെയിൻ ക്ലോസ്. ഇതാണ് നമുക്ക് കോമ്പൗണ്ട് സെന്റൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? മെയിൻ ക്ലോസ് പ്ലസ് മെയിൻ ക്ലോസ് ഉണ്ടായിരിക്കും. ഇത് നോക്കാം. അതായത് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പൂർണ്ണമായ അർത്ഥമുള്ള ഒരു കംപ്ലീറ്റ് അർത്ഥമുള്ള രണ്ട് സെന്റൻസ് കൂടി ചേർന്നിട്ടായിരിക്കും കോമ്പൗണ്ട് സെന്റൻസ് ഉണ്ടാവുക. അപ്പൊ അതില് നമ്മൾ ആ ഒരു കോമ്പൗണ്ട് സെന്റൻസിൽ ആ സെന്റൻസിനെ രണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് അർത്ഥമുള്ള രണ്ട് സെന്റൻസുകൾ ആക്കാനായിട്ട് പറ്റുന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഒരു എക്സാമ്പിൾ നോക്കാം. ഹി ഈസ് വെരി സ്ട്രോങ് and can lift a truck. And can lift a truck. And can lift a truck. കണ്ട? ഈ ഒരു സെന്റൻസ് ഇതൊരു കോമ്പൗണ്ട് സെന്റൻസ് ആണ്. ഇതിനെ നമ്മൾ ആൻഡ് വെച്ചിട്ടാണ് യോജിപ്പിച്ചേക്കുന്നത്. ഇതിന് രണ്ട് സെന്റൻസ് ആക്കി നോക്കിയേ. എന്താണ്? ഹീസ് വെരി സ്ട്രോങ് അല്ലെ? ഹീസ് വെരി സ്ട്രോങ് എന്നാക്കാം. ഹീ ക്യാൻ ലിഫ്റ്റ് എ ട്രക്ക് എന്നും പറയാം. അപ്പൊ ഇത് നമുക്ക് രണ്ട് സെന്റൻസ് ആക്കിയിട്ട് പിരിക്കാൻ പറ്റും. കംപ്ലീറ്റ് ആയിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് മീനിങ് ഉള്ള രണ്ട് സെന്റൻസ് ആക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ നമുക്ക് കംപ്ലീറ്റ് അർത്ഥമുള്ള രണ്ടോ അതിൽ കൂടുതൽ മെയിൻ ക്ലോസുകൾ ചേർത്തുള്ളതാണ് കോമ്പൗണ്ട് സെന്റൻസ് എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ രണ്ടോ അതിലധികമോ മെയിൻ ക്ലോസുകൾ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ പറയാം? പൂർണ്ണമായ അർത്ഥമുള്ള അല്ലെ? പൂർണ്ണമായ അർത്ഥമുള്ള രണ്ടോ അതിൽ കൂടുതലോ മെയിൻ ക്ലോസുകളുള്ള വാക്യങ്ങൾ അല്ലെ? രണ്ടോ അതിൽ കൂടുതലോ മെയിൻ ക്ലോസുകൾ ഉള്ള വാക്യങ്ങളാണ്. മെയിൻ ക്ലോസുകൾ ഉള്ള വാക്യങ്ങൾ. ഇതാണ് നമുക്ക് കോമ്പൗണ്ട് സെന്റൻസ് എന്ന് പറയാനായിട്ട് പറ്റാം. ഓക്കെ, നമുക്ക് കോമ്പൗണ്ട് സെന്റൻസിനെ സൂചിപ്പിക്കുന്ന ചില വാക്കുകൾ ഉണ്ട്. നമ്മളിപ്പോ നേരത്തെ സിമ്പിൾ സെന്റൻസ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി കുറച്ച് വാക്കുകൾ പറഞ്ഞില്ലേ? അതുപോലെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ആൻഡ് നോക്കാം. ആൻഡ്, ഓർ, ബട്ട്, കണ്ട, സോ എന്നിവ കോമ്പൗണ്ട് സെന്റൻസിനെ സൂചിപ്പിക്കുന്നു. മനസ്സിലായ? സോ എന്നിവ കോമ്പൗണ്ട് സെന്റൻസിനെ സൂചിപ്പിക്കുന്നതാണ് കേട്ടോ. എന്നിവ കോമ്പൗണ്ട് സെന്റൻസിനെ സൂചിപ്പിക്കുന്നു. ഓക്കെ, കോമ്പൗണ്ട് സെന്റൻസിനെ സൂചിപ്പിക്കുന്നു. അപ്പൊ ഏതൊക്കെ വാക്കുകളാണ് അതിനെ കണക്ട് ചെയ്യുന്ന രണ്ട് വാക്കുകൾ? ആൻഡ്, ഓർ, ബട്ട്, സോ അങ്ങനെയുള്ള വാക്കുകൾ കൊണ്ട് നമ്മൾ സെന്റൻസുകളെ കൂട്ടി യോജിപ്പിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്താന്ന് പറയാം? കോമ്പൗണ്ട് സെന്റൻസ് എന്നാണ് പറയാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. വി മസ്റ്റ് ഈറ്റ് ഓർ വി കനോട്ട് ലിവ് അല്ലെ? വി കനോട്ട് ലിവ്. ഒന്നെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അതാണ് അവിടെ ഉദ്ദേശിച്ചേക്കുന്നത്. വി മസ്റ്റ് ഈറ്റ് ഓർ വി കനോട്ട് ലിവ്. അപ്പൊ ഇത് ഒരു കംപ്ലീറ്റ് അർത്ഥമുള്ള കംപ്ലീറ്റ് മീനിങ്ങുള്ള രണ്ട് സെന്റൻസുകൾ നമ്മൾ കൂട്ടി യോജിപ്പിച്ച് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ,
മറ്റൊരു എക്സാമ്പിൾ നോക്കി നോക്കിയേ. എന്താ പറയാ, അഞ്ജു went for a trip. So she couldn't come to the class. കണ്ടോ, come to the class. ഓക്കെ, അഞ്ചു ട്രിപ്പിന് പോയതുകൊണ്ട് അവൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ സോ വെച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്തു. അപ്പൊ ഇതൊരു കോമ്പൗണ്ട് സെന്റൻസ് ആണ്. ഓക്കെ, നമ്മൾ സിമ്പിൾ സെന്റൻസ് പറഞ്ഞു, കോമ്പൗണ്ട് സെന്റൻസ് പറഞ്ഞു. സിമ്പിൾ സെന്റൻസ് നമ്മൾ പറഞ്ഞു ഡെസ്പൈറ്റ്, ഇൻസ്പൈറ്റ് ഓഫ്, അതുപോലെ ടു, ആസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സെന്റൻസ് ആണെങ്കിൽ സിമ്പിൾ സെന്റൻസ് ആണെന്ന് പറഞ്ഞു. അതിന്റെ എക്സാമ്പിൾസ് നിങ്ങൾക്ക് തരാം. നമ്മുടെ എക്സാം ചെയ്യുന്ന സമയത്ത് അത്തരം എക്സാമ്പിൾസ് കൂടുതലായിട്ട് ഉണ്ടാവും. ഇപ്പൊ നിങ്ങളിത് പഠിക്കുക. അതുപോലെ ഈ കോമ്പൗണ്ട് സെന്റൻസിന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു ആൻഡ്, ഓർ, ബട്ട്, സോ എന്നിങ്ങനെയുള്ള കണക്റ്റിംഗ് വേർഡ്സ് വെച്ചിട്ടായിരിക്കും സെന്റൻസിനെ യോജിപ്പിച്ചിട്ടുണ്ടാവുക. കംപ്ലീറ്റ് ആയിട്ട് അർത്ഥമുള്ള രണ്ട് സെന്റൻസുകളെ യോജിപ്പിച്ചാണ് നമ്മൾ കോമ്പൗണ്ട് സെന്റൻസുകൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് വരുന്നതാണ് കോംപ്ലക്സ് സെന്റൻസ് ആണ്. അടുത്താണ് കോംപ്ലക്സ് സെന്റൻസ്. ഓക്കെ, കോംപ്ലക്സ് സെന്റൻസ് കുറച്ച് കോംപ്ലക്സ് ആണ്. പലപ്പോഴും പരീക്ഷയ്ക്ക് നമുക്ക് ഇപ്പോൾ 10th ലെവലിലൊന്നും അത്രയും വന്നില്ലെങ്കിലും ഡിഗ്രി ലെവലിലും ഒക്കെ കോംപ്ലക്സ് സെന്റൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. ചില സമയത്ത് നമുക്ക് ഇത്തിരി കോംപ്ലക്സ് ആയി പോകും ക്വസ്റ്റ്യൻ ചോദിച്ചു വരുമ്പോൾ ഐഡന്റിഫൈ ചെയ്യാനൊക്കെ. സോ നമുക്ക് പഠിക്കാം. പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല. നമുക്ക് അടുത്താണ് കോംപ്ലക്സ് സെന്റൻസ് ആണ് അടുത്തത് പറയുന്നത്. ഓക്കെ, കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു മെയിൻ ക്ലോസ് ഉണ്ടായിരിക്കും, അതിന്റെ കൂടെ സബ് ക്ലോസസ് ഉണ്ടായിരിക്കും. മനസ്സിലായോ? അതായത് മെയിൻ ക്ലോസ് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സബ് ക്ലോസുകൾ ഉള്ളതാണ് കോംപ്ലക്സ് സെന്റൻസ്. അതായത് എന്തൊക്കെയാണ്? മെയിൻ ക്ലോസ് പ്ലസ് എന്താണ്? പ്ലസ് സബോർഡിനേറ്റ് ക്ലോസ് ആണ്. പ്ലസ് സബോർഡിനേറ്റ് ക്ലോസ്. ആ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുന്നത് ഒന്നോ അധികമോ ഉണ്ടായിരിക്കാം. മനസ്സിലായോ? സബോർഡിനേറ്റ് ക്ലോസ്. ഇതാണ് നമ്മുടെ കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ കോംപ്ലക്സ് സെന്റൻസ്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. കോംപ്ലക്സ് സെന്റൻസ്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇഫ് യു ഡോണ്ട് വർക്ക് ഹാർഡ് യു കനോട്ട് സക്സീഡ്. ഇഫ് യു, എക്സാമ്പിൾ ആണ്, ഇഫ് യു ഡോണ്ട് വർക്ക് ഹാർഡ്, ഇഫ് യു ഡോണ്ട് വർക്ക് ഹാർഡ് you cannot succeed. No, you cannot succeed. ഓക്കെ, ഇതൊരു കോംപ്ലക്സ് സെന്റൻസ് ആയിട്ട് നമുക്ക് വരുന്ന ഒരു കാര്യമാണ്. ഇതിൽ നോക്കാം, നമുക്കിതിലൊരു ഇഫ് ചേർന്ന് വരുന്ന ഒരു ഭാഗമുണ്ട് അല്ലെ? ഇത് നമുക്ക് എന്തായിട്ട് പറയാം? ഇത് നമുക്കൊരു സബോർഡിനേറ്റ് ക്ലോസ് ആയിട്ട് പറയാം. അതായത് ഈ ഒരു ഭാഗം നമുക്ക് സബോർഡിനേറ്റ് ക്ലോസ് ആയിട്ടാണ് പറയണത്. സബോർഡിനേറ്റ് ക്ലോസ്, മനസ്സിലായോ? മെയിൻ ക്ലോസ് ആദ്യം വരണത് യാതൊരു നിർബന്ധമില്ല. ഓക്കെ, രണ്ടാമത് വരുന്ന സാധനം ഇതാണ് നമ്മുടെ മെയിൻ ക്ലോസ്. മെയിൻ ക്ലോസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് അർത്ഥമുള്ള ഒരു സാധനം. യു കാനോട്ട് സക്സീഡ് അല്ലേ? നമുക്കതിനെ ഇൻഡിപെൻഡന്റ് മീനിങ്ങിൽ നമുക്ക് പറയാം അല്ലേ? ഓക്കെ, യു കനോട്ട് സക്സീഡ് എന്നുള്ള വാക്ക് നമുക്ക് മെയിൻ ക്ലോസ് ആയിട്ട് പറയാം. അതിനൊരു മീനിങ് ഉള്ള ഒരു സെന്റൻസ് ആണിത്. യു കനോട്ട് സക്സീഡ് ഇഫ് യു ഡോണ്ട് വർക്ക് ഹാർഡ്. അപ്പൊ ഇഫ് യു ഡോണ്ട് വർക്ക് ഹാർഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സബോർഡിനേറ്റ് സെന്റൻസ് ആണ്. അപ്പൊ ഒരു സബോർഡിനേറ്റ് സെന്റൻസും ഒരു മെയിൻ ക്ലോസ് അല്ലെങ്കിൽ ഒന്നോ അതിലധികമോ സബോർഡിനേറ്റ് ക്ലോസ് വരുന്നതാണ് നമുക്ക് കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറയാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അതാണ് കോംപ്ലക്സ് സെന്റൻസ്. ഓക്കെ, നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം കോംപ്ലക്സ് സെന്റൻസിന്. എക്സാമ്പിൾ പറയാം. ഓവൻ ഹാസ് എ പിയാനോ. അവൻ അല്ലെ? ഓവൻ ഹാസ് എ പിയാനോ. വേറൊരു എക്സാമ്പിൾ ആണ്. അവൻ
has a piano which plays well. No. Which plays well. Which plays well. Okay. ഇപ്പൊ നോക്കാം, ഇവിടെ ഓവൻ ഹാസ് എ പിയാനോ എന്ന് പറയുന്നത് നമുക്കൊരു മെയിൻ ക്ലോസ് ആണ് അല്ലെ? ഇതൊരു മെയിൻ ക്ലോസ് ആണ്. വിച്ച് പ്ലേസ് വെൽ എന്ന് പറയുന്നത് എന്താണ്? ഇതൊരു സബോർഡിനേറ്റ് ക്ലോസ് ആണ്. ഇതൊരു കോംപ്ലക്സ് സെന്റൻസ് ആണ്. ഓക്കെ, ഇതൊരു കോംപ്ലക്സ് സെന്റൻസ് ആയിട്ട് നമുക്ക് കണക്കിലെടുക്കാം. ഓക്കെ, യെസ്. ഓക്കെ, ഇപ്പൊ കോംപ്ലക്സ് സെന്റൻസ് നിനക്ക് എക്സാമ്പിൾ മനസ്സിലായോ? കോംപ്ലക്സ് സെന്റൻസ് എങ്ങനെ പറയണെന്നുള്ളത്. ഇനി നമ്മൾ ഈ 3 തരം സെന്റൻസ് പഠിച്ചതിൽ നിന്ന് ഞാൻ കുറച്ച് എക്സാമ്പിൾ ഇടാം. അത് ഏതൊക്കെ ടൈപ്പ് ഓഫ് സെന്റൻസ് ആണ് നിങ്ങൾ പറയണം. മനസ്സിലായോ? ഏതൊക്കെ ടൈപ്പ് സെന്റൻസ് ആണ് പറയണം. ഓക്കെ, എക്സാമ്പിൾസ് ആണ്. ഒന്ന് ഐഡന്റിഫൈ ചെയ്യാം നമ്മൾ ഈ പറഞ്ഞതിൽ നിന്ന്. ഹി ഈസ് ടു ടയേർഡ് ടു വർക്ക്. ഇത് ഏത് ടൈപ്പ് ഓഫ് സെന്റൻസ് ആണ്? നമ്മൾ ഇത്ര നേരം പറഞ്ഞത് വെച്ചിട്ട് ഏത് തരം സെന്റൻസ് ആണ്? ഹി ഈസ് ടു ടയേർഡ് ടു വർക്ക്. പറഞ്ഞോ, അത് ഏത് ടൈപ്പ് ഓഫ് സെന്റൻസ് ആണ്? സിമ്പിൾ ആണോ, കോംപ്ലക്സ് ആണോ, കോമ്പൗണ്ട് ആണോ? അത് പറഞ്ഞാൽ മതി. ഓക്കെ, സിമ്പിൾ സെന്റൻസ് ആണ്. കാരണം എന്താ, നമ്മളിവിടെ ടു വന്നിട്ടുണ്ട് ഇല്ലേ? നമ്മൾ പറഞ്ഞു ടു ഇൻസ്പൈറ്റ് ആസ് ഇതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊരു സിമ്പിൾ സെന്റൻസ് ആണ് നമ്മൾ പറഞ്ഞു അല്ലേ? ഓക്കെ, അടുത്ത ഒരെണ്ണം പറയാം. walk quickly or you will not reach, or you, ഇത് മുഴുവൻ എഴുതി കഴിയുന്നതിന് മുന്നേ നിങ്ങൾക്ക് ആൻസർ കമന്റ് ചെയ്യാൻ പറ്റും. or you will not reach the bus stop on time. Okay, bus stop on the time. ഓക്കെ, ഇത് എന്ത് സെന്റൻസ് ആണ്? ഓക്കെ, വെരി ഗുഡ്. ഇതൊരു കോമ്പൗണ്ട് സെന്റൻസ് ആണ് അല്ലെ? കാരണം എന്താ കോമ്പൗണ്ട് സെന്റൻസ് ആണെന്ന് പറയാൻ കാരണം നമുക്കിവിടെ ഓർ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതൊരു കോമ്പൗണ്ട് സെന്റൻസ് ആണ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയാം. ഹി വാസ് ടയേർഡ് and fell asleep. എന്താണ് പറയാം? ഓക്കെ, ഹീസ് ടയേർഡ് ആൻഡ് ഫെൽ അസ്ലീപ്. ഏത് തരം സെന്റൻസ് ആണ്? അഗൈൻ ഇതൊരു കോമ്പൗണ്ട് സെന്റൻസ് ആണ് അല്ലെ? ഇതൊരു കോമ്പൗണ്ട് സെന്റൻസ് ആണ്. കാരണം ഇവിടെ ആൻഡ് വെച്ചിട്ടാണ് നമ്മൾ അതിനെ കൂട്ടിച്ചേർത്തേക്കുന്നത്. ഓക്കെ, വെരി ഗുഡ്. യെസ്, ഇനി വേറൊരു ടൈപ്പ് ഓഫ് സെന്റൻസ് കൂടി പറയാം. നമ്മളിപ്പോ ഈ പറഞ്ഞത് ഇപ്പൊ ഇത്രയും സാധനങ്ങൾ നമ്മൾ ആയിട്ടുണ്ട്. ഓക്കെ, അടുത്തൊരു സംഭവമാണ് കോമ്പൗണ്ട് സെന്റൻസ് എല്ലാവരും പറയുന്നത്. നമുക്ക് പറയാൻ പറ്റുന്നത് നെഗറ്റീവ് സെന്റൻസ് ആണ്. നെഗറ്റീവ് സെന്റൻസസ് ആണ്. ഓക്കെ, നെഗറ്റീവ് സെന്റൻസ്. എന്താണ് നെഗറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? നെഗറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സെന്റൻസിനെ നമ്മൾ നെഗറ്റീവ് മീനിങ്ങിലേക്ക് വരുന്നു. അതായത് നോ അല്ലെങ്കിൽ നോട്ട് ചേർത്ത് വരുന്ന സെന്റൻസുകളാണ്. നോ അല്ലെങ്കിൽ നോട്ട് ചേർത്ത് വരുന്ന സെന്റൻസ് ആണ് നെഗറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഞാനിപ്പോ ഒരു ക്വസ്റ്റ്യൻ പറയാം. ഷീ സോ ദ ഫിലിം. അവളൊരു ഫിലിം കണ്ടു
എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സെന്റൻസ് ആണ് ഇപ്പൊ നിലവിൽ. അതിന് നമുക്ക് എങ്ങനെ നമുക്കതിന് നെഗറ്റീവ് ആക്കാം? സോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സി എന്ന് പറയുന്ന വെർബിന്റെയാണ് സി. സോ എന്താണ്? സീൻ, അങ്ങനെയാണ് അല്ലെ? അതായത് സോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സി പ്ലസ് ഡിഡ് ആണ്. സി പ്ലസ് ഡിഡ് ആണ്. നമ്മളിവിടെ എങ്ങനെ എഴുതുന്നതിന് നെഗറ്റീവ് ആക്കാനായിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? ഷീ ഡിഡിൻറ്റ് സീ ദ ഫിലിം. ഷീ ഡിഡിൻറ്റ് സീ ദ ഫിലിം. അപ്പൊ ഇത് എന്ത് തരം സെന്റൻസ് ആയി? ഷീ ഡിഡിൻറ്റ് സീ ദ ഫിലിം എന്ന് പറയുമ്പോൾ ഇതൊരു നെഗറ്റീവ് സെന്റൻസ് ആയി. ഓക്കെ, നമുക്ക് ഒരു സെന്റൻസിനെ എങ്ങനെ നെഗറ്റീവ് സെന്റൻസ് ആക്കി മാറ്റാൻ പറ്റും? ഓക്കെ, അതായത് നമുക്കൊരു ഓക്സിലറി വെർബിനെ നമുക്ക് രണ്ട് തരത്തിൽ നമുക്ക് പറയാം. എങ്ങനെ നമുക്കൊരു നെഗറ്റീവ് സെന്റൻസ്, ഒരു പോസിറ്റീവ് സെന്റൻസിനെ നെഗറ്റീവ് സെന്റൻസ് ആക്കിയിട്ട് മാറ്റാം. ഒന്ന്, നമുക്ക് ഓക്സിലറി വെർബിന്റെ ഒപ്പം നോട്ട് ചേർക്കാം. ഒന്ന് ഓക്സിലറി വെർബിന്റെ ഒപ്പം വെർബിന്റെ കൂടെ നോട്ട് ചേർക്കാം. നോട്ട് ചേർത്ത് എന്താക്കാം? ചേർത്ത് നെഗറ്റീവ് സെന്റൻസ് ആക്കാം. നെഗറ്റീവ് സെന്റൻസ് ആക്കാം. ഓക്കെ, അങ്ങനെയുള്ള സെന്റൻസിന്റെ എക്സാമ്പിൾ എന്താ നമുക്ക് പറയാൻ പറ്റാ? ഇപ്പൊ ഞാൻ പറയാണ് യു ക്യാൻ ഗോ. ഇപ്പൊ പറയാണ് യു ക്യാൻ ഗോ. യു ക്യാൻ ഗോ എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് നെഗറ്റീവ് ആക്കി പറയാം? യു ക്യാൻ നോട്ട് ഗോ അല്ലെ? യു ക്യാൻ നോട്ട് ഗോ. നമ്മൾ നോട്ട് പറഞ്ഞില്ലേ? യു ക്യാൻ നോട്ട് ഗോ. ഓക്കെ, യു ക്യാൻ സ്റ്റഡി. യു കാൺ സ്റ്റഡി അല്ലെ? അപ്പൊ നമുക്ക് ഓക്സിലറി വെർബിനോട് നോട്ട് ചേർത്തിട്ട് എന്താക്കാം? നമുക്ക് ഇതിനൊരു നെഗറ്റീവ് സെന്റൻസ് ആക്കി മാറ്റാം. ഇനി രണ്ടാമത്തെ കാര്യം, ഇനി ഓക്സിലറി വെർബ് ഇല്ലാത്ത സെന്റൻസ് ആണെന്ന് വിചാരിക്കും. നമ്മളിപ്പോ ഈ പറഞ്ഞതിൽ ഇപ്പൊ ഷീ സോ ദ ഫിലിം എന്ന് പറയുന്നത് ഓക്സിലറി വെർബ് ഇല്ല. ഇനി ഓക്സിലറി വെർബ് ഇല്ലെങ്കിലോ? ഓക്സിലറി വെർബ് ഇല്ലാത്ത സംഭവത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? മെയിൻ ക്ലോസിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഡു, ഡസ്, ഡിഡ് എന്ന് പറയുന്ന ഫോർമാറ്റിലേക്ക് ആക്കിയിട്ട് ചെയ്യണം. അതായത് നമുക്കപ്പോ വെർബിന്റെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഫോം അറിയണം. അപ്പൊ നമ്മൾ പറഞ്ഞു ഇവിടെ സി, സോ, സീനാണ് അല്ലെ? സി, സോ, സീനാണ്. നമുക്ക് ഗോ പറയുകയാണെങ്കിൽ ഗോ, വെന്റ്, ഗോൺ ആണ് അല്ലെ? ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇതൊക്കെ നമുക്ക് പണ്ടൊക്കെ നമുക്ക് അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ ബേസിക് ആയിട്ട് അറിയുന്നവരാണ്. കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. നമ്മൾ സെപ്പറേറ്റ് പഠിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും, നമുക്ക് എപ്പോഴും തെറ്റിപ്പോകുന്നത്. അതൊക്കെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ലുക്ക് ആണെങ്കിൽ ലുക്ഡ്, ലുക്ഡ് ആണ് പറയാ അല്ലെ? ലുക്ക്, ലുക്ഡ്, ലുക്ഡ്. അപ്പൊ അങ്ങനെ നമുക്ക് വെർബിന്റെ 3 ഫോമുകൾ നമുക്ക് ഏകദേശം നമുക്ക് അറിയാം. അപ്പൊ ഇതില് ആലോചിച്ച് നോക്കാം. ഇത് വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ് അല്ലെ? ഇത് വെർബിന്റെ സെക്കൻഡ് ഫോം ആണ്. ഇത് വെർബിന്റെ തേർഡ് ഫോം ആണ് വരുന്നത്. നമ്മൾ ഇതിനകത്ത് സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തായിട്ട് വരണേ? സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡു പ്ലസ് സി ആണ്. ഓക്കെ, ഡു പ്ലസ് സി ആണ് പറയണത്. ഓക്കെ, അതാണ് നമുക്ക് സി എന്ന് പറയുന്നത്. ഇനി നമ്മൾ സീസ് എന്ന് പറയുകയാണെങ്കിൽ അതെന്താണ്? ഡസ് പ്ലസ് സി ആണ് വരാം. ഇനി നമ്മൾ സോ എന്ന് പറഞ്ഞാലോ അത് ഡിഡ് പ്ലസ് സി ആണ് പറഞ്ഞത്. അങ്ങനെ മനസ്സിലാക്കാം. ഇനി നമ്മൾ ഗോ വെച്ചിട്ട് പറയാന്ന് വിചാരിച്ചോ. ഗോ വെച്ചിട്ട് പറയാണ്. ഗോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡു പ്ലസ് ഗോ ആണ് ഗോ. ഗോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡസ് പ്ലസ് ഗോ ആണ് ഗോസ്. വെന്റ് എന്ന് പറഞ്ഞാലോ വെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഡ് പ്ലസ് ഗോ ആണ് വെന്റ്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ഒരു സെന്റൻസിനെ നെഗറ്റീവ് സെന്റൻസ് ആക്കണമെങ്കിൽ അതിന് കൂടെ ഓക്സിലറി വെർബ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം എന്നുള്ളതാണ് അടുത്തത് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ ഓക്സിലറി വെർബ് ഇല്ല, ഒരു സെന്റൻസിനെ നെഗറ്റീവ് ആക്കണം. അപ്പോൾ ഓക്സിലറി വെർബ് ഇല്ലാത്ത സെന്റൻസുകളിൽ എന്താണ്? ഓക്സിലറി വെർബ് ഇല്ലാത്ത സെന്റൻസുകളിൽ നമുക്ക് എന്ത് ചെയ്യാം? മെയിൻ വെർബിനെ സ്പ്ലിറ്റ് ചെയ്ത് എങ്ങനെ എഴുതാം? മെയിൻ വെർബിനെ സ്പ്ലിറ്റ് ചെയ്ത് ഏത് ഫോർമാറ്റ് നമ്മൾ പറഞ്ഞത്? ഡു, ഡസ്, ഡിഡ് അല്ലെ? ഡു, ഡസ്, ഡിഡ് എന്നിവ നമ്മൾ ഓക്സിലറി വെർബായിട്ട് ഉപയോഗിക്കും. എന്നിവ എന്തായിട്ട് ഉപയോഗിക്കും? ഓക്സിലറി വെർബായിട്ട് ഉപയോഗിക്കുന്നു. ഓക്കെ, വെർബായി ഉപയോഗിക്കുന്നു.
എക്സാമ്പിൾ പറയാം. ഒന്ന് നെഗറ്റീവ് സെന്റൻസ് ആക്കി പറയണേ. എക്സാമ്പിൾ പറയാം. ഐ ലൈക്ക് മാംഗോ. ഐ ലൈക്ക് മാംഗോ. ഇതിനെങ്ങനെ നെഗറ്റീവ് ആക്കാം? എങ്ങനെ ആക്കാം? നമ്മൾ ഇതിന്റെ ലൈക്ക് എന്ന് പറഞ്ഞിട്ട് എന്താ പറയണേ? ഡു പ്ലസ് ലൈക്ക് ആണ് അല്ലേ? അപ്പൊ ഇങ്ങനെ എങ്ങനെ എഴുതാൻ പറ്റും? ഡൂവിന് നമുക്ക് നെഗറ്റീവ് ആകുമ്പോ ഡു പ്ലസ് നോട്ട് ആവുമ്പോ ഡു നോട്ട്, ഡോണ്ട് ആവും. ഐ ഡോണ്ട് ലൈക്ക് മാംഗോ. കിട്ടിയ? ഐ ഡോണ്ട് ലൈക്ക് മാംഗോ. ഓക്കെ, ഇതാണ് നെഗറ്റീവ് സെന്റൻസ് ആക്കുമ്പോൾ വരാം. അടുത്ത ഒരു കാര്യം, ഐ ഗോ ടു സ്കൂൾ. എന്താണ് പറയാ? നമുക്ക് എന്ത് പറയാം? ഐ ഡോണ്ട് ഗോ ടു സ്കൂൾ അല്ലെ? ഐ ഡോണ്ട് ഗോ ടു ദ സ്കൂൾ. അങ്ങനെ നമുക്ക് പറയാം. ഐ ഡോണ്ട് അല്ലെ? ഐ ഡോണ്ട് ഗോട്ട്. ഐ ഡോണ്ട് ഗോ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ അല്ലേ? അങ്ങനെ പറയാം. ഇനി വേറൊരു സെന്റൻസ് പറയാം നെഗറ്റീവ് ആക്കാനായിട്ട്. ഷീ ഈസ് വെരി ബ്രില്യൻ അല്ലേ? ഷീ എന്ത് പറയാം? ഷീ ടീച്ച്സ് വെൽ. ഷീ ടീച്ച്സ് വെൽ. ഷീ ടീച്ച്സ് വെൽ. ഷീ ടീച്ച്സ് വെൽ എന്ന് പറയുമ്പോൾ എങ്ങനെ വരാ? വെർബിന്റെ ഏത് ഫോം വരാ? ഡസ് പ്ലസ് ടീച്ച് അല്ലേ വരണേ? ഡസ് പ്ലസ് ടീച്ച് ആണ് വരാ. നിങ്ങൾ ഇത് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നത് പഠിച്ചു വെക്കുക. കാരണം നമുക്ക് ഇനി ക്വസ്റ്റ്യൻ ടാഗ് ഒക്കെ വരുമ്പോൾ ഉപയോഗിക്കാനുള്ളതാണ് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് ഒക്കെ വളരെ എളുപ്പത്തിൽ തെറ്റിപ്പോ. ഷീ ടീച്ച്സ് വെൽ അല്ലേ? എന്താണ്? ഷീ ഡസിൻ ടീച്ച് വെൽ. നമുക്ക് എങ്ങനെ നെഗറ്റീവ് ആക്കാം? ഷീ ഡസ് നോട്ട്. ഷീ ഡസിൻ ടീച്ച് വെൽ. ഓക്കെ, നമുക്ക് ഇങ്ങനെ ഒരു പോസിറ്റീവ് സെന്റൻസിനെ ഇങ്ങനെ നമുക്ക് നെഗറ്റീവ് സെന്റൻസ് ആക്കിയിട്ട് മാറ്റാനായിട്ട് സാധിക്കും. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയാം. ഒരു എക്സാമ്പിൾ തരാം കേട്ടോ. അത് ലാസ്റ്റ് ആയിട്ട് പറയാം. അത് ഏത് ടൈപ്പ് ഓഫ് സെന്റൻസ് ആണെന്ന് പറയുന്നത് ഒരു നല്ല എക്സാമ്പിൾ ആണ്. നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഒരു എക്സാമ്പിൾ ആണ്. എവ്രി വൺ നോസ് ദാറ്റ്. എവ്രി വൺ നോസ് ദാറ്റ്. എവ്രി വൺ knows that she is very intelligent. She is very intelligent. She is very intelligent. ഇതെന്ത് ടൈപ്പ് ഓഫ് സെന്റൻസ് ആണെന്ന് പറയാം? കോമ്പൗണ്ട് ആണോ, സിമ്പിൾ ആണോ, കോംപ്ലക്സ് ആണോ, എക്സ്ക്ലമേറ്ററി ആണോ? ഓപ്ഷൻ പറയാം. എന്ത് ടൈപ്പ് ഓഫ് സെന്റൻസ് ആണ് ഇത്? എവ്രി വൺ നോസ് ദാറ്റ് ഷീ ഈസ് വെരി ഇന്റലിജന്റ്. ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് സെന്റൻസ്. ഓക്കെ, പറഞ്ഞോ. ഏത് ടൈപ്പ് ഓഫ് സെന്റൻസ് ആണ്? എവ്രി വൺ നോസ് ദാറ്റ് ഷീ ഈസ് വെരി ഇന്റലിജന്റ്. ഇത് നമുക്കൊരു സിമ്പിൾ സെന്റൻസ് ആയിട്ട് പറയാൻ പറ്റുമോ? കോമ്പൗണ്ട് ആക്കി പറയാൻ പറ്റുമോ? കണക്ട് ചെയ്യണ സാധനം ഉണ്ടോ? നമുക്ക് ഇതിനെ എങ്ങനെ പറയാം? ഇതിനൊരു കോംപ്ലക്സ് സെന്റൻസ് ആണിത്. കോംപ്ലക്സ് സെന്റൻസ് മനസ്സിലായോ? കോംപ്ലക്സ്. ആൻസർ വന്നു ഇവിടെ അല്ലേ? കോംപ്ലക്സ്. കോംപ്ലക്സ് സെന്റൻസ് ആണ് അല്ലേ? കോംപ്ലക്സ് സെന്റൻസ് ആണ്. എങ്ങനെയാണ് കോംപ്ലക്സ് സെന്റൻസ് ആവുന്നത്? ഷീ ഈസ് വെരി ഇന്റലിജന്റ് എന്നുള്ളത് ഇവിടുത്തെ മെയിൻ ക്ലോസ് ആണ് അല്ലേ? ഷീ ഈസ് വെരി ഇന്റലിജന്റ് എന്നുള്ളത് ഇവിടുത്തെ മെയിൻ ക്ലോസ് ആണ്. എവ്രി വൺ നോസ് ദാറ്റ് എന്ന് പറയുന്നത് എന്താണ്? സബോർഡിനേറ്റ് ക്ലോസ് ആണ്. ഇനി വേറൊരു എക്സാമ്പിൾ പറയാം. അതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? അതിന്റെ മെയിൻ ക്ലോസ് എന്താന്ന് ഐഡന്റിഫൈ ചെയ്യണം. തരാൻ പോകുന്നതൊരു കോമ്പൗണ്ട് സെന്റൻസ് ആണ്, സോറി കോംപ്ലക്സ് സെന്റൻസ് ആണ്. ഐഡന്റിഫൈ ദ മെയിൻ ക്ലോസ്. ഐഡന്റിഫൈ ദ മെയിൻ ക്ലോസ്.
മെയിൻ ക്ലോസ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാം. ദ മിൽക്ക്മാൻ കെയിം. The milkman came when the sun rose. When the sun rose. ഇതിനകത്ത് മെയിൻ ക്ലോസ് എന്താണെന്നൊന്ന് പറയാമോ? മെയിൻ ക്ലോസ് ഏതാണെന്ന് പറയാം. ഇതിലെ മെയിൻ ക്ലോസ് എന്താണെന്ന് പറയാം. മിൽക്ക്മാൻ കെയിം എന്ന് പറയുന്നതിലെ മിൽക്ക്മാൻ കെയിം വെൻ ദ സൺ റോസ്. മെയിൻ ക്ലോസ് എന്താണ്? ഓക്കെ, പറഞ്ഞ എന്താണ് ഇവിടെ? അയ്യോ, വെൻ ദ സൺ റോസ്. ഇവിടെ എന്താണ് ഇവിടുത്തെ നമ്മുടെ മെയിൻ ക്ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മെയിൻ ക്ലോസ് ഒന്നാമതും വരാം രണ്ടാമതും വരാം കേട്ടോ. നമ്മൾ ഇത്രയും നേരം പറഞ്ഞതിലൊക്കെ സെക്കൻഡ് സെന്റൻസ് ആയിരുന്നു മെയിൻ ക്ലോസ്. മെയിൻ ക്ലോസ് എന്ന് പറയുമ്പോൾ ആ മെയിൻ ക്ലോസിന് ഒരു ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അതിന് അർത്ഥം ഉണ്ടായിരിക്കണം. യെസ്, സിമി കെ പോൾസൺ പറഞ്ഞു അല്ലെ, ദ മിൽക്ക് മാൻ കെയിം എന്നുള്ളതാണ് ഇവിടുത്തെ മെയിൻ ക്ലോസ്. മെയിൻ ക്ലോസ് എന്ന് പറയുമ്പോൾ അതിന് ഇൻഡിപെൻഡന്റ് ആയിട്ടൊരു മീനിങ് ഉണ്ടായിരിക്കണം അല്ലെ. ഓക്കെ, ഇതാണ് മെയിൻ ക്ലോസ്. മെയിൻ ക്ലോസ് ആയിട്ട് ഇതൊക്കെ പറയാൻ പറ്റുക. ഓക്കെ, ദ മിൽക്ക് മാൻ കെയിം എന്നുള്ളതാണ് നമുക്ക് ഇവിടുത്തെ മെയിൻ ക്ലോസ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാം. ഓക്കെ, നിങ്ങൾക്കൊരു ഒരു സെന്റൻസ് തന്നാൽ നിങ്ങൾക്ക് അറിയാം ഒരു കോംപ്ലക്സ് സെന്റൻസ് അത് പറയാനും നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് സെന്റൻസുകളെ കുറിച്ച് ഓക്കെ ആയിട്ടുണ്ടല്ലോ. യെസ്, അടുത്തൊരു കാര്യം കൂടി നമുക്ക് പറയാം. അതായത് നമ്മൾ പറയുന്നതാണ് എഗ്രിമെന്റ് ഓഫ് സബ്ജക്ട് ആൻഡ് വെർബ്. അത് നമ്മൾ കോൺകോഡ് എന്ന് പറയും. അതാണ് എഗ്രിമെന്റ് ഓഫ് സബ്ജക്ട് ആൻഡ് വെർബ് എന്ന് പറയുന്നൊരു കൊച്ചു ടോപ്പിക്കാണ് സബ്ജക്ട് ആൻഡ് വെർബ്. ഓക്കെ, നമുക്കൊരു സെന്റൻസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു സെന്റൻസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ വരുന്നത്? ഒരു സെന്റൻസിൽ എന്തൊക്കെ ഉണ്ടാവും? ഒരു സെന്റൻസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ ഉണ്ടാവണം? ഒരു സബ്ജക്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, സബ്ജക്റ്റ് ഉണ്ടായിരിക്കും, വെർബ് ഉണ്ടായിരിക്കും, ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കും. എന്ന് മലയാളത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. കർത്താവ്, കർമ്മം, ക്രിയ അല്ലെ. ഇതല്ലേ നമ്മുടെ കർത്താവ്. ഇതാണ് കർത്താവ്, ഇതാണ് കർമ്മം, ഇതാണ് ക്രിയ. ഓക്കെ, നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു സെന്റൻസ് ഉണ്ട്, രാമ കിൽഡ് രാവണ. ഓക്കെ, രാമ കിൽഡ് രാവണ എന്ന് പറയുന്ന ഒരു സെന്റൻസ് എഴുതിയിട്ടുണ്ടെങ്കിൽ അതില് സബ്ജക്റ്റ് എന്ന് പറയുന്നത് ആരാണ്? സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ക്രിയ ചെയ്യുന്ന വ്യക്തിയാണ് അല്ലെ. ദ പേഴ്സൺ ഹു ഈസ് ഡൂയിങ് ദ ആക്ഷൻ ആണ്. ഇവിടെ ആക്ഷൻ ചെയ്യുന്നത് ആരാണ്? രാമയാണ് അല്ലെ. അപ്പൊ ഇവിടെ ഇത് നമ്മുടെ സബ്ജക്റ്റ് അല്ലെ, കർത്താവ് എന്ന് പറയുന്ന ആള് രാമയാണ് അല്ലെ. കിൽഡ് എന്ന് പറയുന്നത് വെർബാണ്, ഇവിടുത്തെ ക്രിയയാണ് അല്ലെ, ദ ആക്ഷൻ ആണ്. ഓക്കെ, നമ്മളിപ്പോ സബ്ജക്റ്റിനോട് ചോദിക്കുകയാണ് എന്താ ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആള് ചെയ്ത വെർബ് എന്താ നമുക്ക് കിട്ടും? കിൽഡ് എന്നാണെന്ന് പറയും. ഇനി എന്തിനെയാണ് കിൽ ചെയ്തത് അല്ലെങ്കിൽ ആരെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ രാവണ. അതാണ് ഒബ്ജക്റ്റ് അഥവാ കർമ്മം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മുടെ സബ്ജക്റ്റിനോട് ചോദിക്കുകയാണ് എന്ത് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം ഉണ്ടെങ്കിൽ, ആ ചെയ്തതിന് ഉത്തരം ഉണ്ടെങ്കിൽ അത് വെർബാണ്. ഇനി അത് എന്ത് ചെയ്ത് എന്തിനു ചെയ്തു എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് അല്ലെങ്കിൽ ആരെ ചെയ്തു എന്ന് പറയുമ്പോൾ ഉത്തരം ഉണ്ടെങ്കിൽ നമുക്കത് ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, ഇതാണ് നമുക്ക് സെന്റൻസിൽ മെയിൻ ആയിട്ട് വരുന്ന ഒരു സബ്ജക്ട്. ഒരു സെന്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ 3 പാർട്ട് ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ സബ്ജക്റ്റും വെർബും തമ്മിൽ നമ്മൾ ഓരോ സബ്ജക്റ്റിനനുസരിച്ച് വെർബ് എങ്ങനെ എഴുതണം എന്നുള്ളതാണ് നമ്മളോട് പറയുന്നത്. അതാണ് എഗ്രിമെന്റ് ഓഫ് സബ്ജക്ട് ആൻഡ് വെർബ്. നമ്മൾ ഓരോ സെന്റൻസിനെയും സബ്ജക്റ്റിനനുസരിച്ചിട്ട് വെർബ് നമ്മൾ എങ്ങനെ കൊടുക്കണം എന്നുള്ളതാണ്. ഓക്കെ, അതിൽ ഒന്നാമത്തെ കാര്യം പറയുന്നത്, നമ്മളൊരു സബ്ജക്റ്റിൽ ഒരു സെന്റൻസിൽ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആയിരിക്കും. ഒന്നാമത്തെ കാര്യം ഇതാണ്. അതായത് സെന്റൻസിൽ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആയിരിക്കും. വെർബ് സിംഗുലർ ആയിരിക്കും. ഓക്കെ, വെർബ് സിംഗുലർ ആണ്. അതിന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ഒരു എക്സാമ്പിൾ പറയാം. An honest man
നെവർ ടെൽസ് ലൈ. നെവർ ടെൽസ് ലൈസ്. അതായത് ഒരു വെർബ് എന്ന് പറയുന്നത് സിംഗുലർ ആവണമെങ്കിൽ പൊതുവെ നമ്മൾ അതിൻ്റെ കൂടെ എസ് ചേർത്ത് എഴുതും. അതായത് സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ എഴുതാണെങ്കിൽ ഒരു വെർബിനെ നമ്മൾ പൊതുവെ എന്താണ് എസ് ചേർത്ത് എഴുതും. ഇവിടെ ആൻ ഓണസ്റ്റ് മാൻ എന്ന് പറയുന്നത് ഒരു സിംഗുലർ സബ്ജക്റ്റ് ആണ്. ആൻ ഓണസ്റ്റ് മാൻ. ഇതിന്റെ കൂടെ വന്നിട്ടുള്ള വെർബ് എന്ന് പറയുന്നത് ടെല്ലാണ്, അല്ലെ? ടെല്ലാണ്. അപ്പൊ ഇതൊരു സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? എസ് ചേർത്ത് എഴുതി. അപ്പൊ ഒരു സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എസ് ചേർത്തിട്ടാണ് നമ്മൾ എഴുതാം. ഓക്കെ, വേറൊരു എക്സാമ്പിൾ പറയാം. ഷീ സ്റ്റഡീസ് വെൽ. കണ്ടോ? ഷീ എന്ന് പറയുന്നത് ഒരു സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? അതിൻ്റെ കൂടെ എസ് ആണ് ചേർത്തത്. അതിന് പകരം അത് ഒരു പ്ലൂറൽ ആണെന്ന് വിചാരിച്ചു. വി ആണെങ്കിലോ വി സ്റ്റഡി വെൽ എന്നാ നമ്മൾ പറയുള്ളൂ. വി സ്റ്റഡി വെൽ. യു ആണെങ്കിലോ യു സ്റ്റഡി വെൽ. സിംഗുലർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരാളെ ഉള്ളൂ, അല്ലെ? പ്ലൂറൽ എന്ന് പറയുമ്പോൾ ഒന്നിലധികം ആൾക്കാരുണ്ട്. യു സ്റ്റഡി വെൽ, അല്ലെ? ദേ സ്റ്റഡി വെൽ എന്നേ നമ്മൾ പറയൂ. ഓക്കെ, ദേ സ്റ്റഡി വെൽ ഇങ്ങനെ പറയൂ. നമ്മൾ എസ് ചേർക്കില്ല. ഇവിടെ നോക്കാം. ഇവിടെ ഹി സ്റ്റഡീസ് വെൽ, അല്ലെ? ഹി സ്റ്റഡീസ് വെൽ. അടുത്തത് ഷീ പ്ലേസ് പിയാനോ. ഷീ പ്ലേസ് പിയാനോ. ഷീ ഒരു സിംഗുലർ ആണ്. നമ്മൾ എന്ത് ചെയ്തു? എസ് ചേർത്ത്. ഇനി അതിവിടെ വി ആണെങ്കിലോ വി പ്ലേ പിയാനോ. അങ്ങനെ നമ്മൾ പറയൂ. കണ്ടോ? സിമ്പിൾ ആയിട്ട് നമുക്ക് 1 മാർക്ക് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഒരു സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ സിംഗുലർ വെർബാണ് നമ്മുടെ ഒരു സെന്റൻസിൽ ചേർക്കാം. ഓക്കെ, അത് ക്ലിയർ ആയോ? നമ്മൾ പറയുന്നത് സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിലോ, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് പ്ലൂറൽ ആയിട്ട് വേണം നമുക്ക് വെർബും കൊടുക്കാനായിട്ട്. ഓക്കെ, രണ്ടാമത്തെ ക്ലോസ് അതാണ്. രണ്ടാമത്തെ ക്ലോസ് എന്താണ്? സെന്റൻസിൽ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബും പ്ലൂറൽ ആയിരിക്കും. വെർബും പ്ലൂറൽ ആയിരിക്കും. ഓക്കെ, വെർബ് പ്ലൂറൽ ആയിരിക്കും. യെസ്. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ദ ചിൽഡ്രൻ. ഓക്കെ, എക്സാമ്പിൾ പറയാം. ദേ walk in a moderate speed. They walk in a moderate speed. കണ്ട? They walk in a moderate speed. ഇവിടെ നമ്മൾ ഇതൊരു സിംഗുലർ ആണെങ്കിൽ, ഹി ആണെങ്കിൽ എന്താ പറയാ? ഹി വാക്സ്, അല്ലേ? ഹി വാക്സ് എന്നാണ് നമ്മൾ പറയുള്ളൂ. അല്ലെങ്കിൽ ഷീ വാക്സ് എന്നാ പറയുള്ളൂ, അല്ലേ? ഇവിടെ നമ്മുടെ സബ്ജക്ട് പ്ലൂറൽ ആയതുകൊണ്ട് നമ്മൾ എന്താ പറയുന്നത്? ദേ വാക്ക്. നമ്മളിവിടെ എസ് ചേർക്കുന്നില്ല, അല്ലെ? നമ്മളിവിടെ ഒരു പ്ലൂറൽ വെർബ് തന്നെയാണ് ചേർക്കുന്നത്. ഓക്കെ, അടുത്തൊരു എക്സാമ്പിൾ പറയാം ഇതിന്റെ തന്നെ. ദ ബേബി ഈസ് ക്രൈയിങ് ലൗഡ്ലി, അല്ലെ? അത് നമുക്കൊരു സിംഗുലർ ആണ്. വേറൊരു കാര്യം പറയാം. ദ ചിൽഡ്രൻ എന്ത് വരും? വാണ്ട് ടു പ്ലേ. ചിൽഡ്രൻ വാണ്ട് ടു പ്ലേ. അതൊരു ചൈൽഡ് ആണെങ്കിലോ ദ ചൈൽഡ് വാണ്ട്സ് ടു പ്ലേ എന്നായേനെ. ഇവിടെ നമ്മൾ ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ ഒരു പ്ലൂറൽ സെന്റൻസ് ആണ്, അത് പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് നമ്മളിവിടെ വാണ്ട് എന്ന് കൊടുത്തു. അതിൻ്റെ കൂടെ നമ്മൾ എസ് ചേർത്തില്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഇനി വേറൊരു കാര്യം ചോദിക്കാം. സ്റ്റുഡൻസ് സ്റ്റഡി വെൽ, അല്ലേ? നമ്മളിവിടെ എന്ത് ചെയ്തു? ഒരു പ്ലൂറൽ വെർബ് തന്നെ കൊടുത്തേ. ഒരു സ്റ്റുഡന്റ് മാത്രമാണെങ്കിലോ സ്റ്റുഡന്റ് സ്റ്റഡീസ് വെൽ എന്നായിരിക്കും. അടുത്തത് ടീച്ചേഴ്സ് എന്താണ്? ടീച്ച് വെൽ,
അല്ലേ? ടീച്ചർ മാത്രമല്ലോ ടീച്ചർ ടീച്ചർ നമ്മൾ വെക്കുള്ളൂ. ഓക്കെ, അടുത്തത് മിനിസ്റ്റേഴ്സ്. മിനിസ്റ്റേഴ്സ് മിനിസ്റ്റേഴ്സ് എന്താ? മിനിസ്റ്റേഴ്സ് കെയിം ടു ദ പാർലമെന്റ്. സോറി, മിനിസ്റ്റേഴ്സ് കം. സോറി, ഞാനത് പാസ്റ്റ് ടെൻസിൽ ഉപയോഗിച്ചേ. മിനിസ്റ്റേഴ്സ് കം അല്ലേ? നമുക്കിവിടെ കം എന്ന് വെക്കാൻ പറ്റുള്ളൂ. അതേസമയം മിനിസ്റ്റർ എന്ന് പറയുകയാണെങ്കിലോ മിനിസ്റ്റർ കംസ് ടു ദ പാർലമെന്റ് എന്നാണ് നമുക്ക് പറയാനായിട്ട് പറ്റുക. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായി. സബ്ജക്റ്റ് പ്ലൂറലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ വെർബും പ്ലൂറൽ ആയിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണോ എന്താ ക്ലാസ്സിലെടുത്തത്? ഇതിന്റെ കണ്ടിന്യൂവേഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. ഇതിന്റെ അഗ്രിമെന്റ് ഓഫ് സബ്ജക്ട് ആൻഡ് വെർബിന്റെ കണ്ടിന്യൂവേഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പോവാം. ഓക്കെ, ഗുഡ് നൈറ്റ്.